ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പഠിക്കുന്നവരും പഠിക്കാൻ പോകുന്നവർക്കും ഒക്കെ എപ്പോഴും കോമൺ ആയിട്ട് വരുന്ന കുഞ്ഞു കുഞ്ഞു സംശയങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ. ഈ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളുടെ ഒരു ആൻസർ പോലെ എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സംശയത്തിനൊക്കെ ഒരു ഉത്തരം പോലെയുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും എല്ലാവർക്കും വരുന്ന കുറച്ച് കോമൺ സംശയങ്ങളാണ്. ഇതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാ, അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കോഴ്സ് നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, സബ്ജക്ട് സെലക്ഷൻ എങ്ങനെയാണ്, അസൈൻമെന്റിന്റെ ഡേറ്റ് നമ്മൾ എങ്ങനെ അറിയും, സ്റ്റഡി മെറ്റീരിയൽസ് നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ ആവുന്നത്, എക്സാം ഡേറ്റ്സ് നമ്മൾ എങ്ങനെ അറിയും, റിസൾട്ട്സ് എങ്ങനെ അറിയും എന്നുള്ളതൊക്കെ അങ്ങനെ കുറെ സംശയങ്ങളാണ് അല്ലേ. അപ്പൊ ഇതിനുള്ളൊക്കെ ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രജിസ്ട്രേഷന്റെ കാര്യമാണ് അല്ലേ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇഗ്നോ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് ചെയ്യാം. ഒരു യൂട്യൂബിൽ റെഫറൻസ് വീഡിയോസ് ഒക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് അതുവഴി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അക്ഷയ ത്രൂ വഴിയും നമുക്ക് ചെയ്യാം. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ കുറേ ബിസി സ്കെഡ്യൂളിൽ പെട്ടുപോകുമോ അല്ലാന്നുണ്ടെങ്കിൽ ജോലി തിരക്കിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒന്നും നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യില്ല. എക്സാം ഡേറ്റ് നമുക്ക് അറിയാൻ പറ്റില്ല, അപ്ഡേഷൻസ് വന്നാൽ നമുക്ക് അറിയാൻ പറ്റില്ല, അസൈൻമെന്റ്സിന്റെ ഡേറ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ എപ്പോൾ സബ്മിറ്റ് ചെയ്യണം, എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, എക്സാം എപ്പോൾ എഴുതണം എന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും നമുക്ക് അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ എപ്പോഴും രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് അക്കാഡമിയുടെ അണ്ടറിൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിയിൽ തന്നെ നമ്മൾ ഇഗ്നോയുടെ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നത് തരുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, ഫുൾ ടൈം ഒരു പേഴ്സണൽ മെന്റർ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, എല്ലാവിധ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും, അസൈൻമെന്റ്സിന്റെ എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, എപ്പോൾ സബ്മിറ്റ് ചെയ്യണം, എപ്പോൾ എക്സാം എഴുതണം, എപ്പോൾ റിസൾട്ട് വരും, അങ്ങനെ എല്ലാവിധ ഡീറ്റെയിൽസും നമ്മുടെ ഒരു മെന്റർ ത്രൂ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ പേഴ്സണലായിട്ട് എപ്പോഴും വെബ്സൈറ്റ് എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇനി അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിലും അതൊരു നല്ല ഹെൽപ്പായിരിക്കും. ഇനിയിപ്പോൾ അറിയുന്നവരാണെന്നുണ്ടെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാലും പ്രശ്നമല്ല, നമ്മൾ ഒരാളെ വിളിച്ച് ഓർമ്മിപ്പിക്കാനുണ്ടല്ലോ. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം കോഴ്സ് സെലക്ഷൻ ആണ് അല്ലേ. നമ്മൾ ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഈ കോഴ്സ് എടുക്കുന്ന സമയത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അവർ പറയുന്നു ഇവർ പറയുന്നു എന്ന് കേട്ടിട്ടോ അല്ലെങ്കിൽ പലരും ചെയ്തത് കണ്ടിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഈസിയാണ്, എളുപ്പം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളൊരു കോഴ്സും സെലക്ട് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് കരിയറിൽ നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ബെറ്റർ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യണം. ആ സമയത്ത് നിങ്ങളുടെ സ്കില്ല് ഏതിലാണ് നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് ഏതിലാണുള്ളത്, അതുപോലെ ഫ്യൂച്ചറിൽ ജോലി സാധ്യത ഏതിലാണുള്ളത് എന്ന് നോക്കിയിട്ട് വേണം നിങ്ങളൊരു കോഴ്സ്, ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ ആ കോഴ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സബ്ജക്ട് സെലക്ഷനാണ്. ഇപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റ് നമുക്ക് വേണം എന്നുള്ളൊരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ. ഇപ്പോൾ മേ ബി ഫസ്റ്റ് ഇയർ സെയിം ആയിരിക്കും, ഓൾമോസ്റ്റ് അതിൽ നമുക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, സെയിം സബ്ജക്ട്സ് തന്നെ ആയിരിക്കും. പക്ഷെ സെക്കൻഡ് ഇയറിലോട്ട് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഏതൊക്കെ സബ്ജക്റ്റാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ മേ ബി ഒരു 10 എണ്ണം തന്നു കഴിഞ്ഞാൽ അതിലൊരു 5 എണ്ണോ അല്ലെങ്കിൽ ഒരു 3 എണ്ണോ ഒക്കെ നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. 2 എണ്ണം എന്തായാലും കമ്പൽസറി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് ഒരു സാധ്യത തോന്നുന്ന കോഴ്സുകൾ, സബ്ജക്ട്സ് വേണം നിങ്ങൾ ആ ടൈമിൽ സെലക്ട് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ PG സൈക്കോളജിക്കാണ് എടുക്കുന്നത്, MA സൈക്കോളജിയാണ് പഠിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് 3 രീതിക്ക് വരാൻ ചാൻസ് ഉണ്ട്: ക്ലിനിക്കൽ സൈക്കോളജി, കൗൺസിലിംഗ് സൈക്കോളജി, ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആവുന്ന ഒരു സബ്ജക്റ്റ് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള പ്രോസ്പെക്ട്സ് നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ ഒരു PDF ഫോം നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അത് നോക്കിയാൽ അത് ഡൗൺലോഡൊക്കെ ചെയ്ത് അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് പറ്റും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അപ്പോൾ ഇതെല്ലാം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അണ്ടറിലാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പ്രോപ്പർ ഗൈഡൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. ഒത്തിരി സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ്. ഇനി വരുന്ന സംശയം എന്ന് പറയുന്നത് അഡ്മിഷന്റെ അപ്ഡേറ്റ്സ് എങ്ങനെ അറിയും, അല്ലാന്നുണ്ടെങ്കിൽ അസൈൻമെന്റ്സിന്റെ അപ്ഡേറ്റ്സ് എങ്ങനെ അറിയും, എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ലേ. അപ്പോൾ ഇതൊന്നും നമ്മൾ പേഴ്സണലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരാളും നമ്മളെ വിളിച്ച് അറിയിക്കാനൊന്നും ഉണ്ടായിരിക്കില്ല.
ആ സമയത്ത് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റഡി സെന്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഏതെങ്കിലും ഒരു കോളേജ് ആയിരിക്കും അത്. അവിടെ നമുക്കൊരു കോഴ്സ് കോർഡിനേറ്റർ ഉണ്ടായിരിക്കും. ആ ആള് വഴി, ആ ഒരു കോർഡിനേറ്റർ വഴി നമുക്ക് ഈ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ അസൈൻമെന്റ്സിന്റെ ഡീറ്റെയിൽസ്, സബ്മിഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. അഡ്മിഷന്റെ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതൊരു ഓപ്ഷൻ മാത്രമാണ് കേട്ടോ. ഇപ്പൊ അവരുടെ കോൺടാക്ട്സ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്വേഷിക്കാനായിട്ട് സാധിക്കും. പക്ഷെ ഒരു ഓപ്ഷൻ മാത്രമാണ്, നമുക്കത് മാത്രം ആശ്രയിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ അസൈൻമെന്റ് ഡേറ്റ് അല്ലേ. ഇത് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എങ്ങനെ അറിയാം, അല്ലെങ്കിൽ ഇതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് എങ്ങനെ അറിയാം, ഡേറ്റ് ഒക്കെ എങ്ങനെ അറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നിങ്ങളുടെ ഒരു സംശയമാണ് എല്ലായ്പ്പോഴും ഉള്ളത്. അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒത്തിരി യൂട്യൂബിലൊക്കെ ഒത്തിരി ഈ നോട്ടിഫിക്കേഷൻസ് ഇടുന്ന പേജസ് അവൈലബിൾ ആണ്. അതുവഴി നമുക്ക് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ അറിയാനായിട്ടൊക്കെ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ അസൈൻമെന്റ് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള ആ ഡേറ്റ് അറിയാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഏത് ഇയറിലാണ് അഡ്മിഷൻ എടുത്തത് എന്ന് നോക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ പോയിട്ട് അസൈൻമെന്റ് ലിങ്ക്സ് ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ബാച്ചാണ്, ഇപ്പോൾ 2024 ജൂലൈ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സബ്ജക്ട് കോഡ് അതുപോലെ തന്നെ കോഴ്സ് കോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അസൈൻമെന്റ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ഫുള്ളായിട്ട് നമ്മളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം, ഡേറ്റിന്റെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എഴുതുന്ന രീതി, അതുപോലെ തന്നെ എത്ര പേജ് ഉണ്ടായിരിക്കണം, അങ്ങനത്തെ എല്ലാവിധ ഡീറ്റെയിൽസും ഈ ഒരു ഇഗ്നോ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് അസൈൻമെന്റ്സിന്റെ സെക്ഷനിൽ പോയാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ ഇത് ഒറ്റയ്ക്ക് അറിയാൻ നോക്കുന്നവർക്കാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്. ഇതെല്ലാം അറിയുന്നവരാണെന്നുണ്ടെങ്കിലും അതിലൊരു കൺഫ്യൂഷനുള്ള കുട്ടികൾ ഒരു വിഭാഗക്കാരാണ്. ചിലർക്ക് ഇത് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, അറിയുന്നുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരാളുടെ സഹായം ചോദിക്കുന്നവരായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ബിസി കാര്യത്തിൽപ്പെട്ട് നമ്മളിത് അറിയാണ്ട് പോകുന്നവരായിരിക്കും അല്ലേ. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു അക്കാഡമിയുടെ അണ്ടറിൽ നമുക്കിതൊക്കെ ഒരു ഫുൾ ടൈം എൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയിൽ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും നമ്മൾ എല്ലാവിധ സപ്പോർട്ടും നൽകുന്നുണ്ട്. ഇഗ്നോയിൽ രജിസ്ട്രേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നല്ലൊരു കോഴ്സ് സെലക്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, സബ്ജക്ട് സെലക്ഷനിലാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അഡ്മിഷന്റെ അപ്ഡേറ്റ്സ് അറിയിക്കാനാണെന്നുണ്ടെങ്കിലും, അസൈൻമെന്റ്സിന്റെ എല്ലാ ഡീറ്റെയിൽസ് അറിയിക്കാനാണെന്നുണ്ടെങ്കിലും, സബ്മിഷൻ ഡേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അസൈൻമെന്റ്സിനും പഠിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഫുൾ ടൈം മെന്റർ സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരക്കാർക്കുള്ള ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്കിനി എന്തെങ്കിലും കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. കമൻസിലൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ എല്ലാവിധ സംശയങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളുടെ അക്കാഡമി ത്രൂ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതുമാണ്. ഓക്കെ.